ഈ SPGയിലും ഇസഡ് കാറ്റഗറി രണ്ടിടത്തും അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ ഈ EDയോ SPIയോ SFIയോ റെയ്ഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണ് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ ഒപ്പം എപ്പോഴും കാണുന്നത്. ED ഉദ്യോഗസ്ഥന്മാരെ ഇവർ വേദനപ്പെടുത്തി, അവർക്ക് പരിക്കേറ്റു, അവർക്ക് മരണഭയം ഉണ്ടായി, ഒരാളുടെ തലക്കിട്ടടിച്ച് അറ്റംപ്റ്റ് മർഡർ വന്നു. അത് കോടതിയിൽ ട്രയൽ നടന്ന ഇവരുടെ മൊഴിയൊന്നും മാറ്റാൻ പറ്റില്ല. ശിക്ഷ ഉറപ്പെന്നാണ് ഞാൻ പറയുന്നത്. സംസ്ഥാന MV ഗോവിന്ദനും അതുപോലെ തന്നെ AR റഹീം, ജോയി MLA, ജോൺ ബ്രിട്ടാസ് ഇവരുടെ സാന്നിധ്യത്തിലാണ് അക്രമം നടക്കുന്നത്. അപ്പോൾ അവരെ പ്രതിയാക്കണ്ടേ? അവരെ പ്രതിയാക്കും. CBI ഒന്നും ഉറപ്പല്ലേ? കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചു. കാരണം ഇവിടെ 3-4 MLAമാർ മാർക്സിസ്റ്റ് പാർട്ടി റിബലായിട്ട് സംസ്ഥാനത്ത് വന്നു. അപ്പോൾ ഇതിന് ഈ അക്രമ സ്വഭാവം ഇല്ലാത്ത ഒരു CPM പാർട്ടി സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ലക്ഷണമാണ്. പോലീസ് സ്റ്റേഷനിൽ ഈ അസോസിയേഷൻ അംഗങ്ങൾ വരുന്നുണ്ട്, പല കാര്യത്തിൽ അവർ ഇടപെടുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ട് അവർ ഇടപെടും. അതിനൊന്നും അവർക്ക് അവകാശമില്ല, അധികാരമില്ല. അപ്പോൾ ഈ അസോസിയേഷൻ ബാൻ ചെയ്യണം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ ഉൾപ്പെട്ട എക്സാലോജിക് CMRL ED കേസ് ഇനി CBIക്ക് വഴിമാറാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറേയേറെ സൂചനകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ EDയെ ആക്രമിച്ച സംഭവത്തിൽ തുടർ നടപടികൾ ഏത് തരത്തിൽ പോകും? അതിൻ്റെ അനന്തര ഫലങ്ങൾ എത്രത്തോളം ഗുരുതരമായിരിക്കും? ഈ കേസിൻ്റെ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് പരിശോധിക്കാൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് മുൻ SP ശ്രീ ജോർജ് ജോസഫ് സാർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ കേസിൽ CBI സാധ്യത എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്നാണ് അങ്ങ് കരുതുന്നത്? അതായത് ഇപ്പോൾ ED വന്നു, പരിശോധന നടത്തി, അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അവർ വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, പിടിച്ചെടുത്ത രേഖകൾ. അതിനോടൊപ്പം തന്നെ EDക്കെതിരെയുള്ള അക്രമ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇനി ഇതിനപ്പുറം മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കേണ്ട ഒരു സാധ്യതയിലേക്കാണോ പോകുന്നത് കാര്യങ്ങൾ? തീർച്ചയായിട്ടും CBI വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം ബംഗാളിലെ മമതാ ബാനർജിയുടെ അവിടെ ED റെയ്ഡ് നടത്തി. അതെ, ആ ED റെയ്ഡ് നടത്തിയപ്പം അവരെ ആക്രമിച്ചു, ED ജീവനക്കാർക്ക് പരിക്ക് പറ്റി, അവരെ ലാപ്ടോപ്പുകളും അവർ ഉപകരണങ്ങളെല്ലാം നശിപ്പിച്ചു കൊണ്ടുപോയി. ജനുവരി 5, 2024 സംഭവം. അതിനെ സംബന്ധിക്കുന്ന കേസ് ലോക്കലിൽ എടുത്തെങ്കിലും പിന്നീട് CBI ആ കേസ് ടേക്ക് ഓവർ ചെയ്തു. വീണ വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ദീർഘമായ രീതിയിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവരെ CMRL നമുക്കറിയാം, അതും എക്സാലോജിക് കമ്പനിയും തമ്മിലായിരുന്നു ഒരു എഗ്രിമെൻറ്റ്. അതനുസരിച്ച് അത് വ്യത്യസ്തമായ ഇൻഡിവിജ്വൽ കമ്പനി ആണെങ്കിലും ഈ CMRL അത് കേരളത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ മിനറൽസ് എടുത്തുകൊണ്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നവരാണ്. അത് സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്വത്താണ്, പൊതുജനങ്ങളുടെ സ്വത്താണ്. അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ് അത് കളക്ട് ചെയ്യുന്നതും അതിനകത്ത് റൂട്ടയിൽ അതുപോലെ ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ സാധനം പ്രോസസ്സ് ചെയ്യുന്ന ആ സാധനം കയറ്റുമതി ചെയ്യുന്നത്. അത് ജപ്പാനിലും USA-ലും യൂറോപ്പിലൊക്കെ ഈ സാധനം ടൈറ്റാനിയം കൊടുക്കുന്നത് നമ്മളാണ്. പക്ഷെ അത് പൊതുജനങ്ങളുടെ പ്രോപ്പർട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്, സർക്കാർ പ്രോപ്പർട്ടിയാണ്. അതൊരു പ്രൈവറ്റ് കർത്താവ് എന്ന് പറഞ്ഞ ആൾ പ്രൈവറ്റ് ഏജൻസിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അയാൾ ഏകദേശം കേരളത്തിലുള്ള പലർക്കും കൈക്കൂലി പോലെ പണം കൈ കൊടുക്കുകയാണ്. കാരണം അതുപോലെ പണം വരുന്നുണ്ട് കോടിക്കണക്കിന്. അപ്പം ഈ വീണ വിജയൻ്റെ കമ്പനിക്ക് പ്രതിമാസം 5 ലക്ഷവും 3 ലക്ഷം 8 ലക്ഷം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം SFIയുടെ അന്വേഷണത്തിൽ 1,72,00,000 രൂപ അത് കോർപ്പറേറ്റ് ഏരിയയിലുള്ളതാണ് ഈ SFI കൈകാര്യം ചെയ്യുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് ആ യൂണിറ്റ് കോർപ്പറേറ്റിൻ്റെ ഏരിയയിലുള്ള തട്ടിപ്പ് വെട്ടിപ്പ് അങ്ങനെയുള്ളതാണ് കൈകാര്യം ചെയ്യുന്നത്. അവർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു കേസെടുത്തു. പക്ഷേ SFIക്ക് ഒരു ക്രൈം കേസ് FIR പോലെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. SFIക്ക് ഇല്ല, EDക്കുണ്ട്. അപ്പോൾ അവർ FIR വേണ്ട, അവർക്ക് അക്കൗണ്ട്സും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് അവർ പ്രാഥമികമായിട്ട് അന്വേഷിക്കാം. അതിനൊരു കുറ്റച്ചാർജ് പ്രൂവ്ഡ് ആണെങ്കിൽ കൊടുക്കാം.
അപ്പോൾ SFIO ഒരു കുറ്റച്ചാർജ് എറണാകുളത്ത് സെഷൻസ് കോടതിയുടെ ഫയലിംഗ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് CMRLലും കർത്ത അത് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ കഴിഞ്ഞ ദിവസം വെക്കേറ്റ് ചെയ്തു. അപ്പം SFI അത് ആ കുറ്റച്ചാർജ് ട്രയൽ ഇപ്പം തുടങ്ങും. അന്നേരം ഒരു സെറ്റിൽമെൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഈ ഇൻകം വന്നതിന് സെറ്റിൽമെൻറ്റ് ബോർഡിൽ അവർ 1,72,00,000 രൂപ CMRLന് വന്നിട്ടുണ്ടെന്നും, അപ്പോൾ അതിൻ്റെ ടാക്സ് കൊടുത്ത് ആ പ്രശ്നം തീരും. സെറ്റിൽമെൻറ്റ് ടാക്സ് കൊടുത്തു. ആ കൊടുത്തതിനകത്ത് അഫിഡവിറ്റിനകത്ത് 1,72 അതിനകത്ത് മറ്റേ ഒരു സിസ്റ്റർ കമ്പനിയുണ്ട്, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. അവിടുന്ന് കുറച്ച് പണം വന്നേക്കും. ഇപ്പോൾ 2,78,00,000 രൂപ വീണ വിജയൻ്റെ ആ കമ്പനിയിൽ വന്നിരിക്കുന്നു. അത് ED ആണ് അപ്പം പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവർ കൊടുത്ത സെറ്റിൽമെൻറ്റിനകത്താണ് ഇത് ഡിസ്ക്ലോസ് ചെയ്തത്, അല്ലാതെ ED കണ്ടെത്തിയതല്ല. അത് വെച്ചിട്ടാണ് ED കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്ത് കഴിഞ്ഞപ്പം അതിനെ സംബന്ധിച്ച് 2 കേസുണ്ട്. ഡൽഹിയിൽ ED കേസെടുത്തിട്ടുണ്ട്. അത് സ്റ്റേ ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ മുഖ്യമന്ത്രിയാണ്. ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്ന ചില തടസ്സങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഈ SPCA നമുക്കറിയാം. SP ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെയും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റൊക്കെ SPCA ആണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. SPG അവരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. മറ്റുള്ള ഇന്ത്യയിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ത്രെട്ടുള്ള മുഖ്യമന്ത്രിമാരും മറ്റുള്ളവർക്കും ഗവർണർമാർക്കുമൊക്കെ അവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് Z കാറ്റഗറിയാണ്. ഈ SPGയിലും Z കാറ്റഗറി 2 അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ ഈ EDയോ SPAയോ SFIയോ റെയ്ഡ് ചെയ്യാൻ പാടില്ല. അവരുടെ താമസ സ്ഥലത്ത് ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ ഒപ്പം എപ്പോഴും കാണുന്നത്. അപ്പോൾ അവർ താമസിക്കുന്ന ഒന്നിച്ചാണ് അവിടെ റെയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം SFIയുടെ സ്റ്റേ ചെയ്തത് വെക്കേറ്റ് ചെയ്ത് 1. ആ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇദ്ദേഹം തെറിച്ചപ്പം പ്രതിപക്ഷ നേതാവായപ്പോൾ Z കാറ്റഗറി ഇല്ല, Y കാറ്റഗറിയേ ഉള്ളൂ. അപ്പോൾ റെയ്ഡ് ചെയ്യാനുള്ള സന്ദർഭമായി. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റെയ്ഡ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പാളയത്തെ പാരീസ് റോഡിലുള്ള വസതിയിൽ റെയ്ഡ് നടത്തിയത്. അപ്പോൾ ഈ സാഹചര്യം വന്നപ്പോൾ, എല്ലാ സാഹചര്യവും ഒത്തു വന്നപ്പോൾ അങ്ങ് റെയ്ഡ് ചെയ്തു. അല്ലാതെ പലരും പറയുന്നത്, ഇപ്പോൾ CPMകാർ പറയുന്നത്, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്, ഇത് കേന്ദ്ര സർക്കാർ മായിട്ടുള്ള നീക്കുപോക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈരാഗ്യം, അങ്ങനെ അതൊക്കെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടു. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ റെയ്ഡ് നടന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് പറയും. യഥാർത്ഥത്തിൽ VD സതീശൻ വരുന്നതിന് മുമ്പ് എത്രയോ നാൾ മുമ്പ് ഈ കേസ് 2 വന്നു. SFIയോടെ വന്ന് EDയിലും കേസ് കിടക്കുകയല്ലേ. അതിനെ നിയമവിധം നടത്തിക്കൊണ്ടില്ലേ. CMRL അത് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇത്രയും SFIയുടെ കേസ് പൊങ്ങാതെ. അത് കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്ന കേസാണ്. അപ്പോൾ അതിൻ്റെ ട്രയൽ ഇപ്പം തുടങ്ങും. അതേസമയത്ത് ഇതിനകത്ത് 2,78,00,000 അടുത്ത് CMRL അവർ കൊടുത്ത സെറ്റിൽമെൻറ്റിനകത്ത് അപ്പോൾ അത് ED തട്ടിപ്പും വെട്ടിപ്പും വന്നു. അതിനൊരു സേവനം ചെയ്യാതെ വെറുതെ കൊടുക്കുകയാണ്. അത് കൈക്കൂലിയുടെ ഭാഗമാണ് മുഖ്യമന്ത്രി കൊടുക്കുന്നതിന് വരെ മാർക്ക് കൊടുത്തെന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. CBI ഡൽഹിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നിന്നായിരിക്കുമോ അതോ കേരളത്തിൽ നിന്നായിരിക്കുമോ? കാരണം പലപ്പോഴും പലരും ദൗർഭാഗ്യവശാൽ പറഞ്ഞുകൊള്ളട്ടെ, കേരളത്തിൽ ഉള്ള അല്ലെങ്കിൽ മലയാളി CBI ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സംശയത്തോടുകൂടിയാണ് നോക്കുന്നത്. കേസ് അട്ടിമറിക്കുവാൻ അവർ സ്വാധീനത്തിന് അടിപ്പെടുമോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അതൊന്നും പ്രായമായിട്ട് നടക്കാൻ പോകുന്നില്ല. CBI ഡയറക്ടർ ഒരാളുണ്ടാവും, അയാളുടെ ഉത്തരവാദിത്വം ഒന്നും മാറാൻ പറ്റില്ല. അപ്പം നിയമപരമായി ഇന്ത്യയിൽ രാഷ്ട്രീയപരമായിട്ട് ഇതിന് എതിർപ്പ് പറയുന്നെങ്കിലും നമ്മൾ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാർക്ക് ഈ നിയമവ്യവസ്ഥയ്ക്ക് നമുക്ക് അനുസരിക്കേണ്ട ബാധ്യതയുണ്ട്. അത് കൗണ്ടർ ചെയ്ത് അത് തച്ചുടയ്ക്കാനോ നശിപ്പിക്കും. കാരണം നിയമപരമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അത് തന്നെയല്ലേ ബംഗാളിലുണ്ടായത്. ബംഗാളിലുണ്ടായ അവസ്ഥ എന്താണ്? അത് CBI ഏറ്റെടുത്തു. ബംഗാളിന് അവർ അധികാരം കൈവിട്ടുപോയി. നമ്മൾ അത് ആലോചിക്കും. ഇവിടെ കേരളത്തിലെ വളരെ ക്ഷയിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പം CPMന് ആണല്ലോ. ആ സന്ദർഭത്തിൽ അവർക്ക് ഒരു വലിയ ബ്ലോയാണ് ഇപ്പം.
അവരൊരിക്കലും ഇത് അവരെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനോ അവരെ വാഹനം തകർക്കാനോ പോകരുത്. ഓക്കെ, അത് വലിയ മണ്ടത്തരമല്ലേ കാണിച്ചത്. ആ കേസ് ഇനി ഏത് തരത്തിലേക്കായിരിക്കും പോകാനുള്ള സാധ്യത? കാരണം ED പോലുള്ള ഒരു കേന്ദ്ര ഏജൻസിയെ വലിയൊരു ജനക്കൂട്ടത്തെ ഒരുക്കി ആക്രമിക്കുകയാണ്. അതിൽ ഏതാനും പേർ 5 പേരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. അതെ. ഇനി ആ കേസ്, ഈ അക്രമത്തിൻ്റെ കേസ് ഇനി ഏത് വഴിക്ക് പോകാനാണ് സാധ്യത? അക്രമത്തിൻ്റെ കേസ് അത് വളരെ സ്ട്രോങ് ആയിരിക്കും. അത് കേരള പോലീസ് അന്വേഷിച്ചാലും ആരന്വേഷിച്ചാലും പരിക്കേറ്റ 4 ഉദ്യോഗസ്ഥന്മാരാണ്. അതിനകത്ത് ഒരു ലേഡിയുണ്ട്, അവരൊരു ഓഫീസർ ലേഡിക്കും പരിക്കേറ്റിട്ടുണ്ട്. 4 പേർക്ക്. വാഹനം ഓടിച്ച ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്, കണ്ണിനുമൊക്കെ പരിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ED ഉദ്യോഗസ്ഥന്മാരെ ഇവർ വേദനപ്പെടുത്തി, അവർക്ക് പരിക്കേറ്റു, അവർക്ക് മരണഭയം ഉണ്ടായി, ഒരാളുടെ തലക്കിട്ടടിച്ച് അറ്റംപ്റ്റ് മർഡർ വന്നു. അത് കോടതിയിൽ ട്രയൽ നടന്ന ഇവരുടെ മൊഴിയൊന്നും മാറ്റാൻ പറ്റില്ല. ശിക്ഷ ഉറപ്പെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഏത് ആൾക്കാർ കേസ് അന്വേഷിച്ചാലും, അത് കേരള പോലീസ് അന്വേഷിച്ചാലും CBI അന്വേഷിച്ചാലും ശരി, ഇവരുടെ മൊഴി പോലീസോ CBI മോശമായിട്ട് റെക്കോർഡ് ചെയ്താലും കോടതി പറയുന്ന മൊഴിയെ സ്വീകരിക്കുള്ളൂ കോടതി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ശിക്ഷ ഉറപ്പ്. ശിക്ഷ ഉറപ്പായിരിക്കും. അത് തന്നെയല്ല, ഇതിനകത്ത് സംസ്ഥാന MV ഗോവിന്ദനും അതുപോലെ തന്നെ AR റഹീം, ജോയി MLA, പിന്നെ അവിടെ ജോൺ ബ്രിട്ടാസ്, ഇവരുടെ സാന്നിധ്യത്തിലാണ് അക്രമം നടക്കുന്നത്. അപ്പോൾ അവരെ പ്രതിയാക്കണ്ടേ? അവരെ പ്രതിയാക്കും. CBI ഒന്ന് ഉറപ്പല്ലേ? ഓക്കെ. കേരള പോലീസിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും മാറും. കാരണം അത് CBIക്ക് പോകും. കാരണം ഈ പരിക്കേറ്റ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ED എറണാകുളം കൊച്ചി ഡിവിഷനിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാം. അപ്പോൾ അവരെന്താദ്യം അതിശക്തമായിട്ട് നിലനിൽക്കും. അത് ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ട്. ആ ദൃശ്യം നമ്മൾ നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ വീടിൻ്റെ ഗേറ്റ് പൂട്ടിക്കിടന്നെങ്കിലും അവിടെ ആൾക്കൂട്ടവും CPMകാരും നേതാക്കന്മാരും എല്ലാം നിൽക്കുന്നതിന് ഒരു സന്ദർഭത്തിൽ ഒരു 19 പേര് അവരെ ഇടിച്ച് നിരത്തി നേരെ ഗേറ്റിലോട്ട് വരുന്നതും, അതിനുശേഷം അത് എപ്പോഴാണ് വരുന്നത്? അത് വെൽ പ്ലാൻഡാണെന്നാണ് ഞാൻ പറയുന്നത്. ED റെയ്ഡ് കഴിഞ്ഞ് പോകാനായിട്ട് സാധനം ബാഗ് വല്ലതും എടുത്ത് കാറിൽ കയറി ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു 10-100 പേര് SFI DYFI അതിന് നടുക്കൂടെ ഇടിച്ചു വന്ന് കയറുകയാണ് ഇങ്ങോട്ട്. അവരാണ് ഓരോരുത്തരും ഈ കാറ് നശിപ്പിച്ചതും ആ ഗ്ലാസ് നശിപ്പിച്ചതും സൈഡ് ഗ്ലാസ് നശിച്ചതും അതിൻ്റെ അകത്തുള്ളവർക്ക് പരിക്കേക്കാൻ കാരണം. അപ്പോൾ അതൊരു പ്ലാൻഡ് ആയിട്ട് നമുക്ക്, അത് ആര് പറഞ്ഞാലും ശരി, അത് പ്ലാൻഡ് തന്നെയാണ്. കാരണം അത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കും. അപ്പോൾ അത് CBI വന്നാൽ ആ എവിഡൻസ് ഒക്കെ കൃത്യമായിട്ട് കോടതി എത്തൂലേ? ഓക്കെ. അപ്പോൾ അത്തരത്തിൽ യാതൊരു റിലാക്സേഷനും ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. മറ്റൊരു വശം കൂടിയുണ്ട്. ഇതുപോലെ കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും സ്റ്റേറ്റിലെത്തി അന്വേഷണം നടത്താൻ വരുമ്പോൾ അവരെ ഈ ആൾക്കൂട്ടം കൊണ്ടും കൈബലം കൊണ്ടും നേരിട്ട് തുരത്തി ഓടിക്കാനുള്ളൊരു ശ്രമം, അതൊരു കീഴ്വഴക്കമാകാനുള്ള സാധ്യതയുമുണ്ട് നടപടിയെടുത്തില്ലെങ്കിൽ, അല്ലേ? അല്ല, തീർച്ചയായിട്ടും അതെ. മറ്റു പല സ്ഥലത്തും അത് നടക്കും. അതൊക്കെ നമുക്ക് എന്നാണെന്നറിയോ, ഇപ്പം ഇത് ഇന്ത്യയിൽ നിയമമായിപ്പോയി. SFIO അത് കോർപ്പറേറ്റിലുള്ള തട്ടിപ്പും വെട്ടിപ്പൊക്കെ SFI അന്വേഷിച്ചിട്ട് അതിന് ശേഷമാണ് EDയുടെ അന്വേഷണം വരുന്നത്. അതൊരു കോഗ്നിസബിൾ ഒഫൻസിൻ്റെ ലെവലിൽ വരികയാണ്. ED അന്വേഷണം ഒരു പരിധി കഴിയുമ്പോൾ CBIക്ക് ടേക്ക് ഓവർ ചെയ്യാം. അത് തന്നെയല്ല, ഇതിനകത്ത് NIA, ഇതിനകത്ത് വേറെ ചില വകുപ്പുകൾ കയറി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്, NIA ഉണ്ട്, അവർക്ക് വരാം. രാജ്യസുരക്ഷയുടെ UAPA വരാം, അതും വരാം. ഈ 2 സെക്ഷനും ഞാനാണ് ചേർത്തേനെ. ഞാനാണ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെങ്കിൽ 2 ചേരും. കാരണം അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതാണ്, അവരെ വാഹനം ആക്രമിച്ചതാണ്. അതിന് കൂട്ടുനിന്ന ആരാണ്? അണികൾ മാത്രമല്ല, അവരുടെ സീനിയറായ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ചാണ്. പക്ഷെ ഒരാൾ മാത്രം, ആ നേതാക്കന്മാരിൽ ഒരാൾ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ, ഇതിന് എതിരായി അവരെ പിന്തിരിപ്പിക്കുന്നത്, വളരെ പാടുപെട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അതെ, അത് കാണാൻ അയാൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആ സമയത്തും അദ്ദേഹം പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ആളാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഇപ്പോൾ കൊടുത്തത് പിണറായി വിജയൻ. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ED ഉണ്ട്, EDയുടെ കേസുണ്ടല്ലോ. അപ്പോൾ അത് അനുഭവിച്ച ആളാണ്. അപ്പോൾ ഇവരെ ഉപദ്രവിക്കുന്നതും പാർട്ടി മറ്റിടത്ത് കാണിക്കുന്ന പോലെ കാണിച്ചാൽ അത് വലിയ വിനയാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ പിന്തിരിപ്പിക്കാനും അദ്ദേഹം വളരെ പാടുപെടുന്നത് ഞാൻ കണ്ടു. അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പുള്ളിയുടെ ഭാഗത്ത് മാത്രമേ കണ്ടു. അതേസമയം മറ്റ് സംസ്ഥാന നേതാക്കന്മാരെല്ലാം ഇതിന് പിൻബലം കൊടുത്തു. അപ്പോൾ അവരും പ്രതി ആദ്യമല്ലേ പറ്റുള്ളൂ. അപ്പോൾ CBI വന്ന ഇവരെല്ലാം പ്രതിയാണ്, റിമാൻഡിൽ പോവും, കൺവിഷൻ വാങ്ങിക്കുകയും ചെയ്യും. സാറേ, ഒരുപാട്
ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ അക്രമ സംഭവങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുന്നത്. ഈ സമരത്തിൻ്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ, ഇതിൻ്റെ പേരിലൊക്കെ തന്നെ പങ്കാളിയാകുന്ന ഈ ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ കേസിലൊക്കെ പെട്ടുപോകുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ, ഇവരുടെയൊക്കെ ലൈഫിനെ അത് എത്രത്തോളം ഗുരുതരമായി ബാധിക്കും, കരിയറിനെ? തീർച്ചയായിട്ടും ഇവർ പാർട്ടി എന്തെങ്കിലും സഹായം നീട്ടിയാൽ അത് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇവർക്ക്. അല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇവർക്ക് ഒരു സാമ്പത്തിക ഉന്നമതിക്കോ അവരുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടികളെല്ലാം കേസിൻ്റെ പുറകെ കേസുമായിട്ട് നടക്കേണ്ടി വരും. ലൈഫിൽ നല്ലൊരു ഒരു ഒരു കാലഘട്ടം ഈ കേസും ബഹളമായിട്ട് പോകും. ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അവർ ആ കേസിനകത്ത് പാർട്ടി ജാമ്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ ഇവരെ അവിടെ കൊണ്ടുപോകും, വീണ്ടും കുഴപ്പത്തിലോട്ട് പോകും. ഓക്കെ. അപ്പോൾ ഒരിക്കലും ഒരു കേസിനകത്ത് ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ തുടർച്ചയായി പല കേസിലും പല സ്ഥലത്തും ഇവർ പോകും. ഓക്കെ, അങ്ങനെ ഒരു വിഷയം. അത് നല്ലതല്ല. കേരളത്തിൽ ഞാൻ കണക്കാക്കുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചു. കാരണം ഇവിടെ 3-4 MLA-മാർ മാർക്സിസ്റ്റ് പാർട്ടി റിബലായിട്ട് സംസ്ഥാനത്ത് വന്നു. അപ്പോൾ ഇതിന് ഈ അക്രമ സ്വഭാവം ഇല്ലാത്ത ഒരു CPM പാർട്ടി സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ലക്ഷണമാണ്. 4 MLA ഒന്ന് ഞാൻ പറയുന്നത് ആലപ്പുഴ ജയിച്ച അമ്പലപ്പുഴയിൽ നിന്ന് വന്ന കേസ് ജി സുധാകരൻ. അതെ, അത് ഇവർ റിബലാണ്. അദ്ദേഹം ഇത്ര അക്രമസ്വഭാവം കാണിക്കുന്ന വ്യക്തിയല്ല. പിന്നെ KK രമയുണ്ട്, TP ചന്ദ്രശേഖരൻ്റെ, അവരും CPM തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ രണ്ടായി. പയ്യന്നൂർ ഒരാൾ ജയിച്ചു, കുഞ്ഞികൃഷ്ണൻ ജയിച്ചു. പിന്നെ അവിടെ TK ഗോവിന്ദനും ജയിച്ചു. അപ്പം 4 പേര് CPM റിബലായിട്ട് കേരളത്തിൽ നിൽക്കണം. 4 ഏരിയയിൽ അവർക്ക് CPM ഒരു ലീഡർഷിപ്പ്, പുതിയ ലീഡർഷിപ്പ് കൊടുക്കാം. അഗ്രസീവ് അല്ലാത്ത രീതിയിൽ പാരലായിട്ട്. കാരണം ഈ ബംഗാളിൽ സംഭവിച്ച പോലെ സംഭവിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ KK രമ പണ്ട് KK രമയുടെ TP ചന്ദ്രശേഖരൻ അവരുടെ ഭർത്താവായിരുന്ന ആൾ CPM-ൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വധിച്ചു. അതിനെ തുടർന്നാണ് CPM എന്നൊക്കെ ഇവർ വിട്ടുപോകുന്നത്. അപ്പോൾ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു സംഭവം മരണം എന്നാണ് പറയുന്നത്. അല്ല, അവര് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര സ്കോപ്പാണത്. കാരണം അവർ പല സന്ദർഭത്തിലും കോൺഗ്രസിനോടൊക്കെ ചേർന്ന് നിന്നെങ്കിലും അവർ ആ പാർട്ടി ലൈനിൽ നിന്ന് പോയിട്ടില്ല, ആ ഐഡിയോളജിയിൽ നിന്ന് പോയിട്ടില്ല. അവരെ എല്ലാവരും സ്വീകരിക്കാൻ റെഡിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചിന്തയുള്ളവരാണ് മറ്റ് 3 MLA-മാർ. അപ്പോൾ അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ നയങ്ങളോടും അവരുടെ ആദർശങ്ങളോടും അതിലെല്ലാത്തിനും ഇവർ യോജിച്ച് നിൽക്കുമെങ്കിലും ഈ അക്രമ സമൂഹത്തിന് അവരെതിരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി ലൈൻ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയണം. അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ലക്ഷങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷേ ഈ CPM പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അങ്ങനെയൊക്കെ അറിയാം, കേരളത്തിലുടനീളം ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ക്രമസമാധാനം മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുള്ള, ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇത്രയും അടിയിൽ വേരോട്ടമുള്ളൊരു പാർട്ടി അങ്ങനെ അങ്ങ് പോകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അങ്ങയുടെ ആ ഒരു? ഇല്ല, കാരണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന 2 പേരാണ് MLA-മാരായ. നമ്മൾ ആലോചിക്കണം, അവരുടെ കീഴിൽ എന്തുമാത്രം ആൾക്കാരുണ്ട്. അവരുടെ കൂടെ അവരുടെ ഒന്നിച്ചു പോയ ചില വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വയലൻസ് നടത്തുന്ന കുട്ടികളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്താണ് ഇത്രയും നാളും പാർട്ടിയുടെ അംഗങ്ങളാക്കി കൊണ്ടുവന്നത്. അതിനോട് കേരള മനുഷ്യർ, അല്ലെ കേരളത്തിലെ ജീവികൾ, അല്ലെ കേരളത്തിലെ മനുഷ്യരാരും യോജിക്കുന്നില്ല. ജെൻസി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇപ്പോൾ ഉണ്ട്. അത് കേരളത്തിലല്ലേ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനായി. ആ ജെൻസിയുടെ ഒരാളാണല്ലോ വിജയ്, അവിടെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി കണ്ടില്ലേ. ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിയും VD സതീശനും ജെൻസിയുടെ നല്ലൊരു ശതമാനം വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇല്ലേ, ചെറുപ്പക്കാരുടെ വോട്ട്. അപ്പോൾ സത്യവും നീതിക്ക് വേണ്ടി നിൽക്കണം. അല്ല, ക്രിമിനൽ സ്വഭാവമുള്ളവരെ സംരക്ഷിക്കുകയും ക്രിമിനാലിറ്റി കാണിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ ആൾ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുന്ന് അംഗങ്ങൾ ചോർന്നു പോകും. പാരലായിട്ട് ആരൊരു അസോസിയേഷൻ ഉണ്ടാക്കുന്ന അങ്ങോട്ട് ആൾ ചേരും. കാരണം ഈ അക്രമ സ്വഭാവം നല്ലതല്ല. പല മാർക്സിസ്റ്റ് പാർട്ടിയിലെ കുട്ടികൾക്ക് നമുക്കറിയാമല്ലോ. നേരത്തെ CPM-ൻ്റെ ആളെ മന്ത്രിയായിരുന്ന അവിടെ 5 DYFI പ്രവർത്തകരെ വെടിവെച്ച് കൊന്ന സംഭവം. അപ്പോൾ അവിടെ 5 കുട്ടികളെ നഷ്ടപ്പെട്ടില്ലേ? അവരുടെ വീട്ടുകാർക്ക് അത് എന്നും നഷ്ടമല്ലേ? അവരാരെങ്കിലും ഇതിലൂടെ നിൽക്കുമോ? അവരൊക്കെ ചോർന്നു പോകും പാർട്ടിയിൽ തന്നെ. അതുപോലെ പല സ്ഥലത്തും പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് നടന്ന അവസാനം പോലീസ് സെല്ല് കിട്ടി പലരും കിടപ്പായിട്ടുണ്ട്. അങ്ങനെ ഒരു തലമുറയുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് ശീലിച്ചവരാരും ആ പാർട്ടിയുടെ പിന്നിലാണ് നിരക്കത്തില്ല. അത് തന്നെയല്ല, പാർട്ടി നേതാക്കന്മാരെല്ലാം കള്ളം പറയുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യവും നീതിയൊക്കെ ഉള്ള കുട്ടികളും ആൾക്കാർ ആ രീതിയിൽ ഈ അണികളെ കൊണ്ടുപോകണം.
ഇവരെല്ലാവരും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ എതിര് പറഞ്ഞ് പാർട്ടികളെ അങ്ങനെ തിരിക്കുന്നതാണ് കാണുന്നത്. സത്യവും നീതിയും പറയുന്ന വസ്തുതകൾ മനസ്സിലാക്കി പറയുന്ന പാർട്ടിക്കാർ വളരെ കുറവാണ്, നേതാക്കന്മാർ കുറവാണ്. ഓക്കെ. അതിൽ നിന്ന് വ്യത്യസ്തമായ 4 പേരാണ് ഇപ്പോൾ MLA ആയത്. അപ്പോൾ ആ ഒരു സംഖ്യ അവരുടെ പിന്നിൽ ആൾ കൂടുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. ഓക്കെ. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസ് പോലീസ് ഹാൻഡിൽ ചെയ്ത രീതി വലിയ രീതിയിൽ വിമർശന വിധേയമായിട്ടുണ്ട്. ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് CPMൻ്റെ കയ്യിലാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം പോലീസുകാർ അവിടെ വന്ന്, അത് ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ CPMൻ്റെ നേതാക്കളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ വളരെ ബോസി ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിലാണ് CPMൻ്റെ നേതാക്കൾ പറയുന്നത്, നിങ്ങളിവിടെ സീൻ ഉണ്ടാക്കരുത്, ഞങ്ങൾ അവരെ കൊണ്ടുതരാം, നിങ്ങൾ പോകണം, പിരിഞ്ഞു പോകണം, പോലീസ് ഈ ജനങ്ങളെ പ്രകോപിപ്പിക്കാതെ പോകണം എന്നാണ് പറയുന്നത്. പോലീസ് ആ ഒരു സീൻ ഹാൻഡിൽ ചെയ്തത് എത്രത്തോളം ശരിയായിട്ടായിരുന്നു? പോലീസ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന സമയത്തുള്ള പോലീസ് നയത്തിൽ നിന്ന്, അവരുടെ ആ നയത്തിൽ നിന്ന് ഇപ്പോൾ ആ ഓഫീസേഴ്സ് ആരും മാറിയില്ല. പ്രത്യേകിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്ന പ്രശാന്ത്, അതിൽ ഇടതുപക്ഷ ഇടതുപക്ഷ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. അയാളെ 15 വർഷമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ കിടക്കുകയായിരുന്നു. അയാളെ തന്നെയാണ് മ്യൂസിയത്തെ സർക്കിളായി SHO ആക്കിയിട്ട് ഇപ്പം രമേശ് ചെന്നിത്തല പോസ്റ്റ് ചെയ്ത്. അത് മനഃപൂർവ്വമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാൾക്കൊരു സസ്പെൻഷൻ കൊടുക്കാൻ ഇപ്പം ഈസി ആയില്ലേ. അയാൾ പരാജയപ്പെട്ടല്ലോ. അയാൾ ഏത് പാർട്ടിക്കാരനായാലും ശരി, ഏത് പാർട്ടിയുടെ അസോസിയേഷൻ പ്രസിഡന്റ് ആയാലും ശരി, അയാളെ സംബന്ധിച്ചൊരു SHO എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്ന ഉത്തരവാദിത്തം അയാളാണ്. ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഓഫീസ് കിട്ടി ഇറങ്ങി വന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്ന അയാൾക്കറിയാം. അപ്പോൾ അതിന് വേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ ചെയ്യണം. അത് ചെയ്തില്ല. രണ്ടാമത് ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഇടം അജിറ്റേറ്റഡായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവരെ റിലീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അകത്ത് നിർത്തി ഇവിടെ മുഴുവൻ ക്ലിയർ ചെയ്തിട്ടില്ലേ വിടേണ്ടതുള്ളൂ. അത് മണ്ടത്തരായിപ്പോയില്ലേ. അത് പരിചയക്കുറവോ രാഷ്ട്രീയമായ ആ രീതി ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതുകൊണ്ട് അയാൾ അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട് കൻ്റോൺമെൻറ്റ്, ഇമ്മീഡിയറ്റ് ആയിട്ടും കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ 3 പേര് ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഓക്കെ. എന്നാലും കാരണം അവരുടെ ഭാഗത്ത് പരാജയപ്പെട്ടു, പോലീസിൻ്റെ ഇമേജ് തകർത്തു ഇല്ലേ. ED ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേറ്റു. അവിടെ ലീഡർഷിപ്പ് കൊടുത്തവർ അവരുടെ ഭാഗത്തുനിന്ന് ഫെയിലിയർ ഉണ്ടായി. പോലീസ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അത് നെഗോഷിയേഷൻ പാടില്ല. അത് മാതൃകാപരമായി കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാർ. വയലൻസ് ഇതുപോലെയൊക്കെ നടത്തുന്നത് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയാണ് ഈ രാജ്യത്തൊന്നും നടക്കത്തില്ല. ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിക്കാൻ പോകും, കർശനമായ കൃത്യമായ നടപടി ഉണ്ടാവും. അതിന് പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്താലും അത് ബ്രേക്ക് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. കറക്റ്റ്. അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ മുറയിൽ ഉയർത്താൻ അത് വേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഇനി വളരെ മാന്യമായിട്ടായിരിക്കും പെരുമാറുക. അതിനർത്ഥം ഇതുവരെ മാന്യത കൈവിട്ടു പോയി എന്നുള്ളതാണ്. നമുക്കറിയാം രക്ഷാപ്രവർത്തനം അത് വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു. കണ്ടു നിന്നവരുടെ നെഞ്ച് പോലും പൊട്ടുക. ഇപ്പോൾ പോലും ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, അതിലൊരാൾ MLA ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്രൂരമായി മർദ്ദിച്ചു. സസ്പെൻഷനിലാണ്. മറ്റ് നടപടികളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ? കൂടുതൽ നടപടിയിലേക്ക് പോകും. കാരണം അതിപ്പോൾ ഒരു SIT ടീമാണ് അന്വേഷിക്കുന്നത്. അതെ. അപ്പം AD തോമസ് MLA ആയി. അതിനകത്ത് 5 പേര് ഇപ്പോൾ ജാമ്യത്തിന് പോയിട്ടുണ്ട്. 5 പേരെ തീർച്ചയായും സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല. അത് അവരുടെ ജോലിയല്ല. മുഖ്യമന്ത്രിയുടെ ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവൻ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അത് മാത്രം നോക്കാനാണ് അവരുടെ ചുമതല. ഒരു SHOയുടെ അവിടുത്തെ ലോക്കലായിട്ടുള്ള അവരവിടെ മുദ്രാവാക്യം വിളിച്ചാൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട്, അത് SHO നോക്കണം. അത് ഇവരില്ലെങ്കിൽ അടിക്കേണ്ട ആവശ്യമില്ല. അത് ചാർജ് ചെയ്യുകയോ അടിക്കുകയോ ചെയ്യാൻ അയാൾക്ക് അധികാരമുണ്ട്. ഇവർക്ക് എന്താ അധികാരം? ഇവരെ പോലീസ് പിടിച്ച് മാറ്റിയതുമാണ്. പോലീസ് മാറ്റി ഒതുക്കി നിർത്തിയതുമാണ്. അപ്പോഴാണ് ഇവർ ഇറങ്ങി. അവർ ക്രിമിനൽ ആയതുകൊണ്ടല്ലേ. അത് തന്നെയല്ല, പോലീസ് ഉപയോഗിക്കുന്ന ലാത്തിയല്ല ഉപയോഗിച്ചത്, അവർ ദണ്ട് ഉപയോഗിച്ചത്. അത് ആര് കൊടുത്തു? അതിപ്പോൾ ഈ കേസിനകത്ത് തൊണ്ടിയല്ലേ, അത് തൊണ്ടിയായിട്ട് എടുക്കും. ഓക്കെ. അത് ആയുധം കൊണ്ട് നടന്നതല്ലേ അവർ, നിയമവിരുദ്ധമായ ആയുധം കൊണ്ട് നടന്നതേ പറയാനൊക്കെ. പോലീസിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലാത്തിയുണ്ട്, ആ ലാത്തിയാണ് ഇവർക്കും കയ്യിലിരിക്കുന്നത്. പക്ഷേ ഇവരവിടെ ദണ്ടുകൊണ്ട്, നീളമുള്ള ദണ്ടുകൊണ്ടാണ് അതുങ്ങളെ അടിച്ച് തല പൊട്ടിക്കാൻ പറ്റുകയും ചെയ്തത്. അപ്പോൾ അത് ക്രിമിനൽ കുറ്റമാണ്. അതുപോലെ സർവീസിൽ നിന്ന് അവരെ 5 പേരെ നീക്കം ചെയ്യണം. അതിനകത്ത് ഒരു കോർട്ടിൻ്റെ അകത്തുനിന്ന് ഒരു കൺവിഷനോ ഒരു ഓർഡറോ ഒന്നും ആവശ്യമില്ല. ഇത് കാണിച്ചിരിക്കുന്നത് ഒരിക്കലും അവരുടെ പരിധി വിട്ട് അവർ പോയി. ഒരു SHO വേണമെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്ത് അധികാരം അയാൾക്കുണ്ട്, ഇവർക്ക് അധികാരമില്ല. ഇവർ സെക്യൂരിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ മാത്രം
നോക്കേണ്ട വ്യക്തികളാണ്. കറക്റ്റ്. അത് തന്നെയല്ല 25 വർഷം ആ ഒരാൾ ഒന്നാം പ്രതിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഗൺമാന് 25 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അത് അങ്ങനെ നിയമമില്ല കേരളത്തിൽ. 3 വർഷം കഴിയുമ്പോൾ മാറേണ്ടതാണ്. മാറണം. അല്ല, വേറൊരു കാര്യം അങ്ങ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഈ പോലീസുകാരുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം, അത് അസോസിയേഷൻ പ്രവർത്തനം എന്നുള്ള പേരിൽ അവർ രാഷ്ട്രീയം തന്നെയാണ് കളിക്കുന്നത്. ഇത് എത്രത്തോളം ഗുണം ചെയ്യും പോലീസ് ഫോഴ്സിന്? കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി പോലീസ് ഫോഴ്സിൻ്റെ പേര് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതായത് പക്ഷാഭേദം വെച്ച് കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നു. LDF ഭരണത്തിലിരുന്ന സമയത്താണ് UDF പ്രവർത്തകരെ അവർ വളരെ ക്രൂരമായി തല്ലിച്ചതച്ചത്. ഇത്തരത്തിൽ ഉള്ള രീതി എങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കും? ഇല്ല, അത് ഞാൻ തുടർച്ചയായിട്ട് ഇത് ഉണ്ടായപ്പോൾ മുതൽ ഈ അസോസിയേഷൻ ഉള്ളപ്പോൾ തന്നെ ഞാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ഒരു ഓഫീസറായിട്ടിരിക്കുമ്പോൾ മുതൽ ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ ഈ അസോസിയേഷൻ അംഗങ്ങൾ വരുന്നുണ്ട്, പല കാര്യത്തിൽ അവർ ഇടപെടുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ട് അവർ ഇടപെടും. അതിനൊന്നും അവർക്ക് അവകാശമില്ല, അധികാരമില്ല. അപ്പോൾ ഈ അസോസിയേഷൻ ബാൻ ചെയ്യണം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അസോസിയേഷൻ ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ അസോസിയേഷൻ രൂപീകരിച്ച് പോകുമ്പോൾ ഈ സംഘടനാബലം വരുമ്പോൾ അവർക്ക് അതേ രീതിയിൽ ഉള്ള ഒരു ബയസും ഉണ്ടാവും. അതാണ്. അപ്പം പൊതുജനങ്ങൾക്ക് നീതി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ അസോസിയേഷൻ. അവരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് അവർക്ക് എതിരെ നടപടി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അസോസിയേഷൻ ആൾക്കാർ. ഇപ്പം തന്നെ 15 വർഷത്തോളം ഒരാൾ മുനിസിപ്പൽ SHO ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ 15 വർഷം സ്പെഷ്യൽ ബ്രാഞ്ച് ഇരിക്കുകയായിരുന്നു, പണിയൊന്നും ചെയ്യാതെ. അയാളാണ് ഇപ്പോൾ അവിടെ പോസ്റ്റ് പണി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് രമേശ് ചെന്നിത്തല അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അയാൾക്ക് പണി കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. നല്ല പണി കിട്ടിയിട്ടുണ്ട്. നല്ല പണി കിട്ടാൻ നല്ല പണി കിട്ടും, ഉറപ്പല്ല. സർവീസിൽ കാണത്തില്ല ചിലപ്പോൾ. ഓക്കെ. കാരണം ഇതെന്താണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ? ED ജീവനക്കാരെ അയാളുടെ സാന്നിധ്യത്തിലല്ലേ മർദ്ദിച്ചത്? അയാളുടെ സാന്നിധ്യത്തിൽ അവർ സഞ്ചരിച്ച കാറിൻ്റെ ചില്ല് ഇഷ്ടി കൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അതെ. അപ്പോൾ അത് അങ്ങനെ ഇടിച്ചു പൊട്ടി ഗ്ലാസ് കൊണ്ട് അവരെ ജീവൻ അപകടത്തിലല്ലായിരുന്നു, പലർക്കും പരിക്കേറ്റില്ലേ? അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ? അതൊരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികളായാലും ശരി, ആരായാലും ശരി, അവരുടെ നേതാക്കന്മാർ അത് പ്രിവെൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് ED ജീവനക്കാരെ ആക്രമിക്കാൻ നേരത്തെ ഈ രീതിയിലുള്ളൊരു അനുഭവം ബംഗാളിൽ നടന്നിട്ടുണ്ട്. അതേ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ അവരും പ്രതിയാക്കിയേ പറ്റും. എന്തായാലും ED റെയ്ഡുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളുടെ പേരിൽ വളരെ കടുത്ത നടപടിയിലേക്ക് പോവുകയാണ് കേന്ദ്ര ഏജൻസികൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജോർജ് ജോസഫ് സാറും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തിഹാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതിൽ പിടിക്കപ്പെട്ടവർക്ക് എന്നുള്ളതാണ്. ഇവർ പുറം ലോകം കാണുമോ എന്നുള്ള കാര്യം സംശയം പോലുമാണ്. ഏറെ നാളിന് ശേഷമായിരിക്കും അതുണ്ടാവുക പോലും. കാരണം ഒട്ടേറെ വകുപ്പുകൾ ചുമത്തുവാനുള്ള സ്പേസ് അവിടെ ഓപ്പണായി കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സമരത്തിൻ്റെ പേരിൽ അക്രമം അഴിച്ചുവിടുന്നവർ ജാഗ്രത. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് കൂടുതൽ ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് പോവുകയും നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. കോടതി വിചാരണയിലൊക്കെ തന്നെ കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കേസായി ഇത് മാറും. അപൂർവമായി എന്നുകൂടി ഞാൻ ചേർത്തുകൊള്ളട്ടെ. കൊട്ടേഷനിൽ അപൂർവമായി കേസുകളിലൊന്നായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ അസോസിയേഷൻ പ്രവർത്തനം അത് രാഷ്ട്രീയ ചേരിതിരിവിന് കാരണമായിട്ടുണ്ടെന്നും അന്വേഷണങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി നിർത്തലാക്കണം എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഏറെ നാളായി അദ്ദേഹം അത് പറയുന്ന കാര്യം കൂടിയാണെന്ന് കൂടി ഞാൻ ചേർത്തുകൊള്ളട്ടെ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.